വീട്ടുകാരോട് എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാൻ ഗൃഹനാഥൻ കൽപ്പിക്കണം. കുട്ടികൾക്കും പാരായണത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കാര്യങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ഖപം കുറയ്ക്കുകയും ചെയ്യും. 1 പല്ല് തേക്കൽ, 2 നോമ്പ് നോക്കൽ, 3 ഖുർആൻ പാരായണം എന്നിവയാണവ. ആത്മാർത്ഥതയോടെ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ അടുക്കൽ ചെന്ന് ഇബാദത്തെടുക്കാൻ ജിന്ന സമൂഹത്തിൽപ്പെട്ട നല്ല വിഭാഗങ്ങൾ താല്പര്യപ്പെടാറുണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അബു ഇമ്രാൻ പറയുന്നു, ഒരു ദിവസം സുബഹിക്ക് മുമ്പ് ഞാൻ ജിഫരി പള്ളിയിലെത്തി. പള്ളിയിലിരുന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഏകനായിരുന്നു പ്രാർത്ഥിക്കുകയാണ് ഹസൻ. പിന്നീട് എപ്പോഴോ നിശബ്ദതയ്ക്ക് ഭംഗം സംഭവിച്ചു. പള്ളിയിൽ ഇടയ്ക്കിടെ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഹസൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കൂട്ടം ആളുകൾ ആമീൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ പള്ളിയിലിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയിൽ നിന്നും വിരമിച്ചു. പിന്നീട് അദ്ദേഹം ബാങ്ക് വിളിച്ചു. മസ്ജിദിൻ്റെ വാതിലുകളെല്ലാം തുറന്നിട്ടു. പക്ഷേ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടില്ല. നേരം പറ്റ പുലർന്നു. ജനങ്ങളിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രരായതോടെ രാത്രിയിൽ പള്ളിയിൽ കണ്ട കാര്യങ്ങൾ അതിശയത്തോടെ ഞാൻ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അവർ നസ്രീബൈനിലെ ജിന്നുകളാണ്. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും അവർ പള്ളിയിൽ സന്നിഹിതരായി എൻ്റെ കൂടെ ഖത്മുൽ ഖുർആൻ പാരായണത്തിൽ പങ്കെടുത്ത് അവർ പിരിഞ്ഞു പോകും. പാതിരാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതും ധാരാളം ഖിറാഅത്ത് നടത്തി നിസ്കരിക്കുന്നതും അള്ളാഹുവിന് വളരെ തൃപ്തിയുള്ള കാര്യമാണെന്ന് ഖുർആൻ പറയുന്നു. അവരെല്ലാം ഒരുപോലെയല്ല. അഹ്ലു കിതാബുകളുടെ കൂട്ടത്തിൽ രാത്രി സമയത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുകയും അള്ളാഹുവിന് സാഷ്ടാംഗം നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. മുഫസ്സിറുകൾ ഇവിടെ പറഞ്ഞത് കാണാം. രാത്രിയുടെ യാമങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുന്നവരാണവർ. ഇത് അവരുടെ രാത്രി നിസ്കാരത്തെയും രാത്രി കാലത്തെ ഖുർആൻ പാരായണത്തെയും പറ്റിയുള്ള പരാമർശമാണ്. മുസ്ഹഫ് നീ നോക്കാതെ ഓതിയാൽ ഫലം 1000, അത് നോക്കിയോതിയാൽ ഉണ്ടടോ 2000. ഉവൈസിനുള്ള റിവായത്താൽ ഇത് വന്നതാ, ഗാലിയത്തിൽ മാവാഇലിൽ വിവരിച്ചതാ.